വീട്ടിലും ജോലിസ്ഥലത്തുമൊന്നും വൈഫൈ ഇല്ലാത്ത ഭൂരിഭാഗം ആൾക്കാരും നേരിടുന്ന പ്രശ്നമാണ് മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണിൽ കിടക്കുന്ന 5 ആപ്ലിക്കേഷനെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീരുന്ന ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ഡാറ്റ അനാവശ്യമായി കാർന്നു തിന്നുന്ന ഈ 5 വില്ലന്മാരെ എങ്ങനെ നിയന്ത്രിക്കാം, അനാവശ്യമായി നഷ്ടപ്പെടുന്ന മൊബൈൽ ഡാറ്റ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ കാണാം. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും അനാവശ്യമായി മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന 5 ആപ്ലിക്കേഷനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, പ്ലേ സ്റ്റോർ. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ അനാവശ്യമായി മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് തടയാനുള്ള ഓപ്ഷൻ ഇത്തരം ആപ്ലിക്കേഷനകത്ത് തന്നെ ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്ത് കാണുന്ന 3 ലൈൻസോ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണോ ഉണ്ടാവും, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ ഗിയർ ഐക്കൺ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുക. ഇവിടെ നിങ്ങൾക്ക് മീഡിയ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അത് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാം ആദ്യം തന്നെ വീഡിയോ ക്വാളിറ്റിയുടെ ഒപ്റ്റിമൈസ്ഡ് ആണ് ഉള്ളത്. അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഡാറ്റ സേവറിൽ കൊടുക്കാം. അതോടെ നിങ്ങൾക്ക് 40% മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് തടയാൻ സാധിക്കുന്നതാണ്. പിന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഓട്ടോ പ്ലേ, മൊബൈൽ ഡാറ്റയും വൈഫൈയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫേസ്ബുക്ക് തുറന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില വീഡിയോകൾ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുന്നത് കാണുന്നില്ലേ, അങ്ങനെ തന്നെ നിങ്ങളുടെ വലിയൊരു MB നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള വീഡിയോ മാത്രം നിങ്ങൾ പ്ലേ ചെയ്താൽ മതി, അല്ലാത്തത് അതിൻ്റെ പ്രിവ്യൂ മാത്രമേ കാണിക്കൂ. പിന്നെ ഷോർട്സ് നിങ്ങൾ സാധാരണ കാണുന്നത് പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തേത് മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ മാറ്റിയിട്ട് വൈഫൈ ഓൺലി എന്നതിലേക്ക് കൊടുക്കാം. ഇതോടെ ഫേസ്ബുക്കിൽ നിന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു ഡാറ്റ നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ഇൻസ്റ്റഗ്രാമിനകത്ത് നോക്കാം. ഇൻസ്റ്റഗ്രാമിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകാം. അല്പം താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഡാറ്റ ആൻഡ് മീഡിയ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള ഡാറ്റ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കുക. അതുപോലെ തന്നെ ഇവിടെ ഹൈ റെസൊല്യൂഷൻ മീഡിയ, ഇപ്പോൾ എൻ്റെത് വൈഫൈ ഓൺലൈൻ ആണ്. നിങ്ങളുടേത് മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ ആണെങ്കിൽ അത് മാറ്റിയിട്ട് വൈഫൈ ഓൺലി ആക്കുക, അല്ലെങ്കിൽ നെവർ ആക്കുക. മൂന്നാമതായി യൂട്യൂബാണ്. നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്ത് താഴെ കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വലതുഭാഗത്ത് സെറ്റിങ്സ് കാണാം, നിങ്ങൾക്ക് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇനി അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡാറ്റ സേവർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഇനി ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡാറ്റ സേവിങ് എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിലെ ഡാറ്റ സേവിങ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങളുടെ മൊബൈൽ ഡാറ്റ യൂട്യൂബ് തുറക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇതിൽ നിന്ന് തടയാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഇതിൽ വായിച്ച് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി നാലാമതായി വാട്സപ്പാണ്. നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്ത് മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. എൻ്റെത് ഫോട്ടോ മാത്രമാണ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടേത് ഒരു പക്ഷേ ഈ വീഡിയോ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെലക്ട് ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. ഇനി ഫോട്ടോയും വേണ്ടെങ്കിൽ ഫോട്ടോയും ഒഴിവാക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവില്ല. ഇപ്പോൾ ഒരേ വീഡിയോ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ആകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വൈഫൈയിൽ മാത്രം മതിയെങ്കിൽ ഇതിലുള്ള എല്ലാ ടിക്ക് മാർക്കും ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഈ പ്രിവ്യൂ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അവസാനമായി നമുക്ക് പ്ലേ സ്റ്റോറിനകത്താണ്. പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങളുടേത്. എന്നിട്ട് വലതുഭാഗത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ രണ്ടാമതായി നിങ്ങൾക്ക് കാണാം നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. കാണാം ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറയുന്നത്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എൻ്റെതുള്ളത് ഓവർ വൈഫൈ ഓൺലി ആണ്. നിങ്ങളുടെ ഒരുപക്ഷം ഈ ആദ്യത്തെ ഓപ്ഷനിലോ രണ്ടാമത്തെ ഓപ്ഷനിലോ ആയിരിക്കും ഉണ്ടാകുക. അത് മാറ്റിയിട്ട് നിങ്ങൾ ഈ മൂന്നാമത്തെ അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കണം. ഇങ്ങനെ ചെയ്താലുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ നിങ്ങൾ മൊബൈൽ ഡാറ്റ മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ചില ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, എല്ലാ സമയത്തും ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആകുന്നത് നമുക്ക് തടയാൻ പറ്റും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് അനാവശ്യമായിട്ട് മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.